തന്തേന്ന് പറഞ്ഞത് ഇതാണ്. ഇവനെ പോലൊരു തന്തേനെ കിട്ടാൻ വേണ്ടി കേരളത്തിൽ ഒരാൾ പോലും തപസ്സിരിക്കേണ്ട കാര്യം പറയില്ല. നല്ലൊരു അങ്ങനെ ഒരു രഘുരാമൻ എന്ന് പറഞ്ഞ ഒരു തന്ത, എന്റെ തന്തയുടെ പ്രായമുണ്ട്, അവന്റെ തന്തൊക്കെ എനിക്ക് വിളിക്കേണ്ട ഒരു അവസ്ഥ വരണം. ഒന്ന് ആലോചിച്ച് നോക്കി. അവന്റെ മക്കളുടെ പ്രായമില്ലാത്തൊരു അവന്റെ തന്തക്ക് വിളിക്കണമെന്നുണ്ടെങ്കിൽ അവന്റെ കയ്യിലിരിപ്പ് എന്തൊരു മോശമായിരിക്കും. വിഷമുണ്ട്. നിന്നെ പോലെ ഒരു തന്തേനെ കിട്ടിയില്ലല്ലോ എന്ന് ഓർത്തിട്ട് പല ആൾക്കാരും ദുഃഖിക്കുന്നുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നത്. ഉണ്ടോ? എന്തെങ്കിലും പറയണം കേട്ടോ. നല്ലൊരു തന്തയാണ്. നല്ല നല്ല വെള്ളി സാധനം. നല്ല വെള്ളിയാണ്. ഇനിയിപ്പോ സ്വർണത്തിന്റെ മൂല്യമുണ്ട് ഈ സാധനത്തിന്. കാരണം എന്താ? ഇന്ന് കേരളത്തിലുള്ള ഒട്ടുമിക്ക ആൾക്കാരും ഇവര് നല്ല വിലയാണ്. ഇവനും കിട്ടും. ഇവന് തന്തയാണോന്ന് എനിക്കറിയില്ല. ഇനി എവിടെ നിന്ന് ഏത് മൂക്കിന്ന് വന്നേന്ന് എനിക്കറിയാൻ പാടില്ല. രഘുരാമൻ ഇവന്റെ തന്തക്ക് വിളിക്കണം. അത് ഇവന്റെ തള്ള കേൾക്കണം, ഇവന്റെ തന്ത കേൾക്കണം, ഇവന്റെ കൂടപ്പിറപ്പുകൾ കേൾക്കണം. ഇനി ഇവന്റെ മക്കളുണ്ടെങ്കിൽ എങ്ങനെയാണോ ഇതിനൊക്കെ പൊക്കിയുടെ മക്കൾ ഉണ്ടായി പോയുണ്ട്? എങ്ങനെയാ മക്കളെ നിങ്ങൾ ഇവരെ സഹിക്കണേ? ഇവനെ പോലുള്ളവരെ ഒരു മരണമാണ്. അത്രയും ആൾക്കാരെ വിഷമിപ്പിച്ചൊരു സംഭവം. അതിൽ മുസ്ലിങ്ങൾ മരിച്ചിട്ടുണ്ട്, ഹിന്ദുക്കളും മരിച്ചിട്ടുണ്ട്. അപ്പൊ മുസ്ലിങ്ങൾ ഹൂറികളുടെ അടുത്ത്. അപ്പൊ ഞാനൊരു രഘുരാമ നിന്റെ അടുത്തൊരു ചോദ്യം ചെയ്തിട്ട്, നീ പറയണ ഇപ്പൊ നീ പറഞ്ഞില്ല ഈ ഹൂറികൾ മതപരമായിട്ടുള്ള ഈ ഹിന്ദുക്കൾ എന്ന് പറഞ്ഞാൽ അതിൽ മരിച്ച ആൾക്കാരല്ലേ? അപ്പൊ നിന്റെ ദൈവം ഇവിടെ പോയി പറഞ്ഞു ഇനി അവരോട് കൂടിയിട്ടാണോ? എന്തൊക്കെയാണ് ഈ നാടുകൾ പറയുന്നത്? നീയും നമ്മളും തമ്മിലുള്ള വ്യത്യാസം, കേരളത്തിൽ മനുഷ്യന്മാരും നിന്നെ പോലുള്ളവർ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് പറയുമോ? ഈ തന്നെയാണ്. നല്ലൊരു തന്തയാണ്. പുണ്യം ചെയ്യണം ഈ തന്തേനെ നിങ്ങൾക്ക് കിട്ടാൻ.